സുഗന്ധദ്രവ്യങ്ങൾക്ക് മാത്രമായുള്ള സൗദിയിലെ റിയാദിലെ ദീര സൂക്കിൽ തിരക്കേറുന്നു. 18-ാം നൂറ്റാണ്ട് മുതൽ പ്രവർത്തിക്കുന്ന സൂക്ക് സന്ദർശിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികളും ഏറെയാണ്. ബാർട്ടർ സംവിധാനത്തിലൂടെയായിരുന്നു ആദ്യകാലങ്ങളിലെ ഇവിടുത്തെ വ്യാപാര ഇടപാടുകൾ. റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റിയാദിലെ ദീറയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഞാൻ വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഇവിടെ വലിയ മാർക്കറ്റുകളുടെ ഒരു ഏരിയയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ പെർഫ്യൂമുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു വലിയ മാർക്കറ്റാണ്. ഈ ഏരിയയിൽ മുഴുവനായിട്ടും പെർഫ്യൂമുകളാണ് കൂടുതലായിട്ടും ഇവിടെ വ്യാപാരം നടത്തുന്നത്. ഇവിടെ എത്തുന്നവരിൽ ഭൂരിഭാഗവും സൗദി സ്വദേശികളാണ്. അതോടൊപ്പം തന്നെ മലയാളികളടക്കമുള്ള വിദേശികളും ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ ഷോപ്പുകളിലും ഏറ്റവും ട്രഡീഷണലായിട്ടുള്ള പെർഫ്യൂം മുതൽ ഏറ്റവും ഹൈ ക്വാളിറ്റി മീൻസ് ഇൻ്റർനാഷണൽ പെർഫ്യൂമുകൾ വരെ ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു പെർഫ്യൂം മാർക്കറ്റിൻ്റെ കഥകളാണ് പറയാൻ പോകുന്നത്, അതല്ലെങ്കിൽ ആ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. സൗദിയുടെ സുഗന്ധ സംസ്കാരത്തിൻ്റെ മായാത്ത അടയാളമാണ് ദീറ. പുരാതന നഗരത്തിന്റെ മട്ടും ഭാവവും അതേപടി ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. സുഗന്ധം പരത്തുന്ന എണ്ണിയാൽ തീരാത്ത വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ കാണാം. അത്തർ, ഊദ്, ഹുബൂർ തുടങ്ങിയ സുഗന്ധ ഉൽപ്പന്നങ്ങൾ സുലഭമാണിവിടെ. പരമ്പരാഗത സുഗന്ധ തൈലങ്ങൾ മുതൽ ആഗോള ബ്രാൻഡുകൾ വരെ ഇവിടെ ലഭിക്കും. ഇഷ്ടമണങ്ങൾ അതേപടി ഉണ്ടാക്കുന്ന വിദഗ്ധരും ഇവിടെ സജീവമാണ്. വിലപേശിയാണ് കച്ചവടം. السلام عليكم. هنا في عندنا عطورات زيتية في تركيب عطور. عندنا عطورات خام مسك، في عندنا دهن عود، في عندنا دهن عود نمبر 1 هندي. 18-ാം നൂറ്റാണ്ട് മുതൽ സൂക്ക് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ചരിത്രം. ബാർട്ടർ സംവിധാനത്തിലൂടെയായിരുന്നു അന്നത്തെ കച്ചവടം. ഇന്ന് കച്ചവടക്കാരിൽ ഏറെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അറബ് വംശജരാണ്. സുഗന്ധ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ആഭരണങ്ങൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും ഇവിടെ സുലഭമാണ്. മാർക്കറ്റ് എന്നതിലുപരി ചരിത്ര ഇടം എന്ന നിലയിൽ സന്ദർശകരും ഇവിടെ ഏറെ എത്തുന്നുണ്ട്. പത്തൊൻപതാം നൂറ്റാണ്ടിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച മസ്മക്കോട്ടയും സൂക്കിനോട് ചേർന്നാണുള്ളത് എന്നത് സന്ദർശകർ ഇവിടെ കൊടുക്കാനുള്ള മറ്റൊരു കാരണമാണ്. പെർഫ്യൂമുകൾ വാങ്ങാനും വെറുതെ ഇതുപോലെ ചായ കുടിച്ചിരിക്കാനും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1.